ഈ പെണ്ണ് ഇത്തിരി അധിക പ്രസംഗിയാണ്. എന്റെ വഴിയിലെ തടസ്സമാകുന്നു. എനിക്ക് മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അകത്ത് കടക്കാനായി. സോ ബൈ. ഗുഡ് നൈറ്റ്. Good night, you too. ബൈ. Bye. അത് സോറി, ആക്ച്വലി ഞാൻ എൻ്റെ ഫോൺ ഇവിടെ മറന്നു. എവിടെയാ ഫോൺ വച്ചതെന്ന് മറന്നു. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എൻ്റെ പോക്കറ്റിൽ തന്നെ. മറന്നു. ഐ എം സോ സോറി. ബൈ. ഗുഡ് നൈറ്റ്. Good night. ഓ ഗോഡ്, ആ പൃഥ്വി എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? എങ്ങനെ പോകുക സർലയുടെ വീട്ടിൽ? എങ്ങനെ ജാനകിയെ കൊല്ലും? അവന് പറഞ്ഞു നിർത്താന്ന് വെച്ചാൽ എങ്ങനെ പറ്റും? ഇത്രയും ഞാൻ പറഞ്ഞതല്ലേ ഇത് വളരെ റിസ്ക് ആണ്, നമുക്ക് ചാൻസ് എടുക്കണ്ട എന്ന്. അതിനാ അവന്റെ ദേഷ്യം. താങ്ക് ഗോഡ് ഞാൻ എന്റെ വീട്ടിൽ സേഫ് ആണ്. പക്ഷെ അവൻ ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഷെർലിൻ, നീ എന്താ എന്നോട് പറയാതിരുന്നത്? എന്ത് പറഞ്ഞില്ല? ഒരുപാട് നാടകമൊന്നും വേണ്ട. നിനക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഐ ഡോണ്ട് നോ മോം, എന്താ പറയുന്നേ? ഞാൻ ഇപ്പോഴാ കവിതയായിട്ട് സംസാരിച്ചത്. അവളാ എന്നോട് പറഞ്ഞത് ആ പെണ്ണ് പ്രീത അവളുടെ നിശ്ചയം പൃഥ്വിയുമായിട്ട്. മോം, ഈവൻ ഐ വാസ് ഷോക്ക്ഡ്. ഞാനാണെങ്കിൽ അവിടെ രോഹിത്തിന്റെ കുടുംബത്തിനൊപ്പം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതാ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പൃഥ്വിയുടെയും പ്രീതയുടെയും നിശ്ചയമാണെന്ന്. എനിക്ക് അവിടെ നിൽക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. പക്ഷേ രോഹിത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നു. വീണ്ടും നീ നിന്റെ ഇടപാട് തുടങ്ങിയോ? കമോൺ ഷെർലിൻ, നീ എന്താ പറയുന്നത്? നിനക്ക് അറിയില്ലായിരുന്നു പൃഥ്വി അവിടെ ഉണ്ടാകുമെന്നല്ലേ? അമ്മയെ ഞാൻ നിന്റെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. സോ ഡോണ്ട് ക്രൈ. ശരിയാ, അമ്മ എന്റെ അമ്മയാ. എന്റെ ശരിയും തെറ്റും അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ പൃഥ്വിയെ വിട്ടത്. അവനുമായി ഒരു ബന്ധവും പാടില്ലെന്ന് വിലക്കി. അതോടെ ഞാൻ എല്ലാ ബന്ധവും വിട്ടു. ഇതറിഞ്ഞിട്ടും അവൻ എന്നെ സ്നേഹിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അവനെ അകറ്റി നിർത്താൻ. ഞാൻ എല്ലാം സാക്രിഫൈസ് ചെയ്തു. എന്നിട്ടും എന്നിൽ അമ്മ കുറ്റം മാത്രമാണല്ലോ കാണുന്നേ. ഐ ആം റിയലി സോറി മോളെ. ഐ ആം റിയലി സോറി. ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക്. റിലാക്സ് മോളെ. നീ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഒരമ്മയുടെ മനസ്സാ. അമ്മയുടെ മനസ്സ് ഇതേ ആഗ്രഹിക്കൂ. അവരുടെ മകളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടാകണമെന്ന്. പിന്നെ ഈ സന്തോഷമെല്ലാം നിനക്ക് തരാൻ രോഹിതിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. എത്ര നല്ല മനുഷ്യനാണ് അവൻ. സമ്പത്തുണ്ട് അവന്റെ പക്കൽ. പക്ഷെ അവൻ എത്ര കെയറിംഗ് ആണ്, എത്ര ലവിംഗ് ആണ്, വളരെ ബുദ്ധിമാനുമാണ്. നീ കണ്ടില്ലേ അവൻ എത്ര കെയറായിട്ടാ അവന്റെ കുടുംബത്തെയൊക്കെ നോക്കുന്നതെന്ന്? ഓർത്തെ, സ്വന്തം കുടുംബത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നവന് സ്വന്തം ഭാര്യയെ, അതായത് നിന്നെ, എത്ര കെയർ ചെയ്യുമെന്ന്. മറ്റൊരു വശത്ത് ആ പൃഥ്വി, ഹീസ് ടോട്ടൽ മാഡ്. അവന്റെയൊക്കെ ഒപ്പം ജീവിച്ചാലേ നിനക്ക് ലൈഫിൽ ദുഃഖം അല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ നിന്റെ പ്രണയം ഡിസർവ് ചെയ്യുന്നില്ല. നീ ഇത് മനസ്സിലാക്ക്. രോഹിത് ഈസ് പെർഫെക്റ്റ് മാച്ച് ഫോർ യു. ഞാനിതൊട്ടും ആഗ്രഹിക്കുന്നില്ല ഏതവസ്ഥയിലും നീ രോഹിതിനെ നഷ്ടപ്പെടുത്തുന്നത്. മോം, ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. ഞാൻ ഡിസൈഡ് ചെയ്തതാണ് എന്റെ ഫുൾ കോൺസെൻട്രേഷൻ രോഹിതിന് മേലായിരിക്കുമെന്ന്. അമ്മ ഒട്ടും പേടിക്കണ്ട. സമാധാനമായി പോയി കിടന്നുറങ്ങ. ഒരുപാട് നേരമായി. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. നിന്റെ എന്റെ ലവ് സ്റ്റോറിയുടെ ലോജിക് ആർക്കും മനസ്സിലാവില്ല പൃഥ്വി. നീ വട്ടനായിരിക്കും. പക്ഷെ ഞാൻ നിന്റെ പ്രണയത്തിൽപ്പെട്ട് ആ വട്ടത്തര എല്ലാം നീന്തി കടന്നു വന്നു. അത് നിനക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇങ്ങോട്ട് നോക്ക് ബേബി ഡോൾ. നിന്റെ ഹീറോ നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുക. ഇത്രയും വിശന്നിരിക്കുമ്പോ എങ്ങനെ ഇതും കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കാൻ തോന്നാ? എനിക്കിത് കഴിച്ചേ പറ്റൂ. ഞാൻ കഴിക്കാൻ പോവാം. ഐ ആം സോ ഹംഗ്രി. നിന്റെ തലയ്ക്ക് എന്താ കുഴപ്പമുണ്ടോ? ഈ സമയത്ത് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയണോ? നിനക്കറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ. താൻ ഇവന്റെ വിട്ടിത്തരങ്ങൾ എന്തിനാ ശ്രദ്ധിക്കുന്നേ? ഇവൻ സാഹചര്യം അനുസരിച്ച് ഇതുവരെ പെരുമാറിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ. ഏയ് കിരൺ. ഈ കിരൺ ഉണ്ടല്ലോ, ശരിക്കും ഒരു കൂൾ ക്രേസി മാൻ തന്നെയാണ്. രോഹിത് സാർ പറയുന്നത് ശരിയാ. അവൻ ഒരിക്കലും പക്വതയോടെ പെരുമാറിയിട്ടില്ല.
അവന്റെ തലയാണെങ്കിലോ പൊട്ടത്തരത്തിന്റെ ഒരു കൂട് തന്നെയാണ്. എന്റെ ദൈവമേ, ഇപ്പൊ ചിരി വരുന്നു. ആ സമയത്ത് എന്ത് ദേഷ്യമായിരുന്നു. ചേച്ചി ആരെ പറ്റി ചിന്തിക്കുന്നേ? കിരൺ സാറാണോ അതോ പൃഥ്വിയോ? എന്താ നിന്റെ തലയ്ക്ക് എന്താ ഓളമുണ്ടോ? ഞാൻ എന്തിനാ കിരണിനെ കുറിച്ച് ചിന്തിക്കുന്നേ? എന്റെ ജീവിതത്തിൽ അതിലും നല്ല കാര്യങ്ങളുണ്ട് ഓർക്കാൻ. ആ മന്ദബുദ്ധി കിരൺ അവൻ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. എന്റെ ഓർക്കം കളഞ്ഞ് ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കാൻ. മനസ്സിലായോ? ഓ ശരി, ചേച്ചി ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങാത്തതുകൊണ്ട് ചോദിച്ചതാ. തന്നെയല്ല, കിരൺ സാർ സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ ചേച്ചി രക്ഷിച്ചത്. ഒബ്വിയസ്ലി എനിക്ക് തോന്നി സാറിനെ പറ്റിയ ചിന്തിക്കുന്നതെന്ന്. സോ അതിനിപ്പോ എന്താ? അവൻ ഹീറോ ആയില്ലേ? ഹീറോയും സീറോയും ഒന്നുമല്ല. എപ്പോഴും നീ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. അത്ര പോലും ഞാൻ അവനെ വക വെക്കാറേ ഇല്ല. പിന്നെ സ്വന്തമായിട്ട് ചിന്തിക്ക്. നീയും തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടല്ലോ. എന്താ അതങ്ങനെ? എനിക്കും എല്ലാം അറിയാം. എന്താ കാരണം? സമീറിനെ ആലോചിച്ചല്ലേ കിടന്നത്? എനിക്കും കുറച്ചൊക്കെ അറിയാന്നേ. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും നിന്നോട് ചോദിച്ചോ? ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള സൈക്കോ ഗെസ്സിംഗ് ഗെയിമൊക്കെ നിർത്താൻ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. കിടന്നോട്ടെ. ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ സമീറിനെ പറ്റി ചിന്തിക്കുന്നതെന്ന്? ആൻഡ് അതുകൊണ്ട് എനിക്ക് ഉറക്കം വരാത്തത്. ഈ സൃഷ്ടിക്ക് എങ്ങനെയാ മനസ്സിലായത് ഞാൻ കിരണിനെ കുറിച്ചാ ചിന്തിക്കുന്നതെന്ന്? മതി പ്രീത, ഈ ടോപ്പിക്ക് നിന്റെ തലേന്ന് കളഞ്ഞില്ലെങ്കിലേ ഭ്രാന്ത് പിടിക്കും നിനക്ക്. എന്ത് രസമുള്ള കാര്യല്ലേ? ഒരാളും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല ഞാൻ വീണ്ടും വീട്ടിനകത്ത് റീ എൻട്രി ചെയ്തെന്ന്, പിന്നെ ആ ജാനകിയെ കൊലപ്പെടുത്തിയെന്ന്. എങ്ങനെ ഉണ്ടാകാനാ? വീടിന്റെ വാതിൽ ഫുള്ള് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കരുതും ജാനകിയുടെ മരണം തീ പിടിച്ചപ്പോഴുണ്ടായ പുക ശ്വസിച്ചതിനെ തുടർന്നാണ് സംഭവിച്ചതെന്ന്. Everyone think that's a natural death. But no. ആരും സ്വപ്നത്തിൽ പോലും കരുതില്ല. കാരണം വീടിന്റെ താക്കോൽ എന്റെ കയ്യിലാണെന്ന്. പിന്നെ പൃഥ്വി സമ്മതിച്ചേ മതിയാകും. എന്ത് ബുദ്ധിയാണ് നീ പ്രയോഗിച്ചത്? ആ കിളവി അമ്മുമ്മയെ കൈ പിടിച്ച് മുറി വരെ കൊണ്ടുപോയി. താക്കോൽ ആ സമയം തന്നെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോഴാണ് ആ സ്റ്റുപ്പിഡ് പ്രീത ചായം കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നത്. പൃഥ്വി, ചായ. താങ്ക് യു. പക്ഷെ അത് കാര്യാക്കണ്ട. നീ വീണ്ടും നിന്റെ ബുദ്ധി ഉപയോഗിച്ചു. നിന്റെ തലച്ചോറ് ഒന്നുകൂടി ശക്തമായി ജോലി ചെയ്തു. നീ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെയുണ്ട്, എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. മേ ബി ഐ ആം സോ സോറി. തുറന്നു സീസേ. ഇനി 2 മിനിറ്റിനകം ആ ജാനകിയുടെ മാറ്റർ. ആ ജാനകി ഫിനിഷ്ഡ്. ഓ ഗോഡ്. ഇപ്പം എനിക്ക് ഇങ്ങനെയാ തോന്നുന്നേ, പ്രീത എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ദൈവം എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കുമെന്ന്. ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ്. എത്ര സുന്ദരി അവള്. വളരെ സ്വീറ്റാണ്, സോഫ്റ്റാണ്. അവൾ എത്ര സുന്ദരിയാണോ അത്രയും സുന്ദരമാണ് അവളുടെ ഹൃദയവും നൈർമല്യമേറിയതും. വളരെ നല്ല പെൺകുട്ടി. എനിക്ക് നന്നായിട്ടറിയാം നമ്മളെപ്പോഴും നല്ല സുഹൃത്തുക്കളെ തന്നെ ഇരിക്കുമെന്ന്.
ചിലപ്പോൾ കരുതും അവളെക്കുറിച്ച് ഓർക്കാനേ പാടില്ലെന്ന്. പക്ഷെ എൻ്റെ ഈ മനസ്സിനെ ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എപ്പോഴും അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മോനെ രോഹിത്, അമ്മേ, അമ്മ ഈ സമയത്ത് എന്താ ചെയ്യുന്നേ? എന്ത് പറ്റി മോനെ? ഇത്ര രാത്രിയായിട്ടും ഉറങ്ങാതെ എന്ത് ചെയ്യുവാ? ഞാൻ ഓക്കെ അമ്മേ. അമ്മ എന്താ വെള്ളം കൊണ്ടുവരാൻ വന്നാണോ? അതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓ, ഇതൊന്നും അറിയില്ലേ? എന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ കൂടി എനിക്ക് നോക്കണം. ഭർത്താവിന്റെ കാര്യങ്ങളാണല്ലേ? ശരി. എന്റെ സ്വീറ്റ് ബോയ്, ഒരു കാര്യം പറയട്ടെ. ഇത്ര രാത്രിയായിട്ടും മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈ തണുത്ത കാറ്റും കൊണ്ട് എന്തിനെ കുറിച്ചാ ചിന്തിച്ചിരുന്നത്? പറയേ, കമോൺ, ടെൽ യു മമ്മ. ഞാൻ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ. അല്ലാതൊന്നും ചിന്തിച്ചില്ല. ശോ, ഇത്രക്കേ ഉള്ളോ? വെറുതെ കാറ്റ് കൊള്ളുകയായിരുന്നോ? പിന്നെ ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചോണ്ടിരുന്ന എന്തിനാ? അങ്ങനെ വരില്ലല്ലോ. നിന്റെ അമ്മയോട് എന്തിനാ ഇതൊക്കെ ഒളിക്കുന്നത്? പറയുമോനെ, പറയുമോനെ. ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ചത്, ചിലപ്പോൾ ചില മനുഷ്യർ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവരോട് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അവർ നമുക്ക് എത്ര വിലപ്പെട്ടതാണെന്ന കാര്യം പറയാൻ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ നീ തീരെ പറയാനേ പാടില്ല. അല്ലെങ്കിൽ നിന്നെ ഇട്ടിങ്ങനെ വട്ടം കറക്കും. നോക്കിക്കോ മോനെ. അവൾ അങ്ങനെ ഒരു പെണ്ണല്ലമ്മേ. ഷീസ് ഗുഡ്. എന്റെ ദൈവമേ, ഇതുവരെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഷേർലിനോട് എന്തുമാത്രം വിശ്വാസമാ. ഓ, അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ആരോടെ കാര്യം അമ്മ പറയുന്നതെന്ന്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ബോയ്. ഇനി നീ ഒറ്റയ്ക്കിരുന്ന് അവളെ കുറിച്ച് ചിന്തിക്ക്, ഓക്കെ? അല്ലെങ്കിൽ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്ക്. നിന്റെ മനസ്സ് ആഗ്രഹിച്ച ഒരുപക്ഷെ അവളും നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ഉറങ്ങാൻ നോക്ക്, ഒരുപാട് വൈകി. ഫോൺ ചെയ്താലോ? ശരിയാവോ? സംസാരിക്കാൻ മനസ്സ് കൊതിക്കുക. ഒരു തവണ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, ഇല്ലില്ല, ഇല്ല രോഹിത്, ഇല്ല. അവള് നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഈ രാത്രിയിൽ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തു പറയുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? ഇത്രയും വൈകി ഫോൺ വിളിച്ചിട്ട് നീ എന്താ പറയാൻ പോകുന്നത് രോഹിത്? ഇതാണോ വിളിക്കേണ്ട ടൈം? രോഹിത്, പ്രീതിയുടെ നിശ്ചയം പൃഥ്വിയുമായിട്ട് നടന്നു കഴിഞ്ഞു. അകത്ത് കുഴപ്പമില്ലാതെ കടന്നു. പക്ഷേ ഈ ജാനകി ഏത് മുറിയിലാകും? അയ്യോ, ഈ മുറിയിൽ മുത്തശ്ശിയാണ്. ആ ജാനകി എവിടെയാകും? ആരാ അത്? എന്റെ കണ്ണാടി എവിടെ? ആരാ അത്? ആരോ ഉണ്ടല്ലോ. ആരാ അത്? ഒന്നും മിണ്ടുന്നുമില്ല. ഇതെങ്ങനെ പറ്റും? ഞാൻ ശരിക്കും കണ്ടതാ ഒരാളുടെ നിഴൽ. വീട്ടിലുള്ളവരെ ഉണർത്തിയാലോ? ഓ ഗോഡ്, ഈ പൊറട്ട കിളവി എല്ലാവരും ഉണർത്തും. ഇവരെ എനിക്ക് എന്ത് ചെയ്തു നിർത്തേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യാം, കുട്ടികളെ ഉണർത്താം. എല്ലാവരും ചേർന്ന് വീട് മുഴുവൻ അരിച്ചു പറക്കും. ഒരുപക്ഷെ അത് കള്ളനാണെങ്കിലോ? ശരി, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, എന്റെ കണ്ണി ചിലപ്പോൾ തോന്നിയതാവാം.
വിട്ടേക്കാം, പോയി കിടന്ന് ഉറങ്ങാം. ഈ കിളവി രക്ഷപ്പെട്ടു. പക്ഷെ ആ വേലക്കാരി ജാനകി, അവൾ രക്ഷപ്പെടില്ല. ഇവൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ചേച്ചി എവിടെ പോവാ ചേച്ചി? അത് എനിക്ക് വല്ലാതെ തൊണ്ട വരണമെന്നു. ഞാൻ കിച്ചണിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അത് ശരി, ഞാൻ അനിയത്തിയാണെന്ന് വെച്ച് എന്നെ മണ്ടിയാക്കല്ലേ. എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചിക്ക് ആരുടെ കോളാ ഇപ്പൊ വന്നതെന്ന്. ആരുടെയാ? കോളൊന്നുമല്ല, ശരിക്കും ദാഹിച്ചിട്ട് കിച്ചണിലേക്ക് പോവാ ഞാൻ. വെരി സ്മാർട്ട്. എന്താ സംസാരിക്കാത്ത അത് പറയുന്നേ? തന്നെയല്ല, ചേച്ചിയുടെ ഫോണിന്റെ ലൈറ്റ് ഒളിച്ചു കളിക്കുന്നത് ഞാൻ കണ്ടതാ. ഇനി പറ, ആരുടെ ഫോണാ? പൃഥ്വിയുടെ കോളാ. ഓ പൃഥ്വി, ഹൗ ബോറിംഗ്. പുറത്ത് പോയി സംസാരിക്കണേ, എനിക്ക് ഉറങ്ങണം. ഓക്കെ ബൈ. സൃഷ്ടി സൃഷ്ടി സൃഷ്ടി, എന്തിനാ സമീറിനെ പറ്റി ആലോചിക്കുന്നേ? അതുകൊണ്ടാ നിനക്ക് ഉറക്കം വരാത്ത. ഓ മന്ദബുദ്ധി ഷോട്ടി, എന്തിനാ ഇങ്ങനെ എന്റെ ചിന്തയിൽ വരുന്നേ? പ്ലീസ് ഒന്ന് പോവോ, പ്ലീസ് ഒന്ന് പോവോ, പ്ലീസ്. ബുൾഷിറ്റ്. ഇത് സരളയാണ്. ആ ജാനകി എവിടെ? വീട്ടിൽ ബാക്കി എല്ലാവരും ഉണ്ട്. ആ ജാനകി മാത്രം കാണുന്നില്ല. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പക്ഷെ ആ ജാനകിയെ ഞാൻ എവിടെ പോയി തിരയും? എത്ര ചിരിക്കണോ ചിരിച്ചോ പ്രീത. ഒരു തവണ ഞാൻ ആ ജാനകി ഒന്ന് കൊന്നോട്ടെ. അതിനുശേഷം നിന്റെ മുഖത്തെ ഈ ചിരി, സന്തോഷം എന്നേക്കുമായി പറിച്ചെടുക്കും ഞാൻ. നീയും ആ കിരണും രണ്ടും വലിയ സ്മാർട്ടാണല്ലേ? ആ ഇപ്പൊ നടക്കുന്നതെല്ലാം നിങ്ങൾ രണ്ടാളും കാരണം ഉണ്ടായതാണ്. ജാനകിയെ കൊല്ലുന്നത് തന്നെ നിങ്ങൾ രണ്ടുപേരും കാരണമാണ്. നീ എന്റെ ഷെർലിനെതിരെ ചാരപ്പണി ചെയ്യുന്നല്ലേ? ആ വെയിറ്റ് ആൻഡ് വാച്ച്. ആ ജാനകിയെ കൊന്നുകളഞ്ഞതിന് ശേഷം എന്റെയും നിന്റെയും കല്യാണം നടക്കുമല്ലോ. നിന്റെ ജീവിതം ഞാൻ നരകമാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഫോൺ എടുക്ക് പ്രീത അറോറ, ഫോൺ എടുക്ക്. നീ ഒന്ന് ഫോൺ എടുക്കടി. ഈ പെണ്ണ് എത്ര ഇറിറ്റേറ്റിംഗ് ആണ്. എന്നോട് എന്തൊരു ജാടിയായി കാണിക്കുന്നത്. ഓരോ പെമ്പിളരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ വിളിക്കാനായിട്ട്. കിരൺ നമ്പ്യാരെ വിളിക്കുക, കിരൺ നമ്പ്യാരെ വിളിക്കെന്നും പറഞ്ഞു. എന്ന് ഇവളാണെങ്കിലോ അറിയില്ല ഏത് ടൈപ്പ് പെണ്ണാണെന്ന്. ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് അവളായിരിക്കും. ഇപ്പോഴല്ലേ വിളിച്ചിട്ട് വെച്ചത്, പിന്നെന്താ ഫോൺ എടുക്കാത്ത? ഒറ്റ ബെല്ലിൽ തന്നെ എടുത്ത് അവൾക്ക് തോന്നുന്നു ഞാൻ ഡെസ്പറേറ്റ് ആണ് അവളുടെ കോൾ എടുക്കാനെന്ന്. കുറച്ചൊന്ന് ബെല്ല് അടിക്കട്ടെ, നോക്കാം അവൾ വെയിറ്റ് ചെയ്യുമോന്ന്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത്ര പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അവള്. എന്ന് വീഡിയോ കോൾ ചെയ്യാം. അത് ശരി, അവൻ ഇത്ര വേഗം ഉറങ്ങിയ? വെറുതെ ഉറക്കം കളഞ്ഞു. ഇവനെന്താ എന്റെ സമ്മതമില്ലാതെ വീഡിയോ കോൾ ചെയ്യുന്നു ഈ സമയത്ത്? എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ മനസ്സില്ല. വീഡിയോ കോളും കട്ട് ചെയ്തു. ഡംബോ. ഹായ് ബേബി ഡോൾ. വീഡിയോ കോൾ എന്താ കട്ടാക്കിയേ? ഓ ഹലോ, നീ എന്തിനാ ഇപ്പൊ എന്നെ വീഡിയോ കോൾ ചെയ്തേ? ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ മുഖം ഒരുപാട് തവണ കണ്ടു. വീണ്ടും കാണാൻ താല്പര്യമില്ല. ഉറങ്ങുമായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഓ
അതിന്റെ അർത്ഥം നീ എന്റെ മുന്നിൽ സുന്ദരിയാവാൻ ശ്രമിക്കല്ലേടി, റൈറ്റ്? ഓ മൈ ഗോഡ്, നീ ഒരിക്കൽ പോലും ഒരു കാര്യം നേരെ വേണം ചിന്തിക്കില്ലല്ലേ? ഞാൻ പൊതുവെ പറഞ്ഞതാ, ഉറക്കത്തിലായിരുന്നതുകൊണ്ട് അത്ര നന്നാവില്ലെന്ന്. ഓ, ഒരു സുന്ദരി വന്നിരിക്കുന്നു. നീ അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങി പെണ്ണല്ലേ? അങ്ങോട്ടിട്ട അങ്ങോട്ടും ഇങ്ങോട്ടിട്ട ഇങ്ങോട്ട്. നിന്നെ എനിക്ക് അറിയാത്തയാണോ? പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ഈ അഭിനയൊക്കെ? നീ ഈ രാത്രിയിൽ വിളിച്ചതേ എന്നോട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ? ഒരിക്കലും അല്ല. ഞാൻ ഇതറിയാൻ വേണ്ടിയാ വിളിച്ചത്. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അതോ ഇന്ന് രാവിലെ ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഓടിച്ചു നോക്കി കാണുകയാണോ നീ? ഗോഡ്, ഇവൻ ഈ വീട്ടില് CCTV ക്യാമറയൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇല്ലില്ല. അല്ല, ഞാനിത് എന്ത് മണ്ടത്തരമായി ചിന്തിക്കുന്നേ? അവനോട് പറഞ്ഞാലോ എനിക്ക് ഉറക്കം വരാത്തത്? ആക്ച്വലി ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചു കിടന്നിട്ടാണ്. ഹലോ, നീ അവിടെ ഉണ്ടോ അതോ ഉറങ്ങിയോ? ആ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ നീ ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ സ്റ്റുപ്പിഡ് ആണ് കേട്ടോ. അത്രയും സ്റ്റുപ്പിഡ് ആയിട്ട് ഉത്തരം നൽകാൻ മനുഷ്യന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാ. നിന്റെ ലെവൽ ഓഫ് സ്റ്റുപ്പിഡിറ്റി അത് വേറെ റേഞ്ചാ. ബേബി ഡോൾ, എന്റെ ചോദ്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാം. അതിന്റെ ഉത്തരവ് നിന്റെ കൈ തന്നെ ഉറപ്പായിട്ടുമുണ്ട്. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് രണ്ടുപേർക്ക് എന്താ ഉറക്കം വരാത്തെന്ന്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത്.